നമസ്കാരം. ടെക്നിക്കൽ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന ടോപ്പിക്കാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ സഹായിക്കുന്ന ഒരു കിടിലൻ വിശദീകരണമാണിത്. വാതിലുകളും ജനലുകളും കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം, അല്ലേ? എന്നാൽ PSC പരീക്ഷയുടെ കാര്യം വരുമ്പോൾ ഇത് അത്ര നിസ്സാരമല്ല. ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾക്കിന്ന് ചർച്ച ചെയ്യാം. റെഡിയല്ലേ? ശരി, നമുക്കാദ്യം തന്നെ കുറച്ച് ടെക്നിക്കൽ വാക്കുകൾ പരിചയപ്പെടാം. ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ പകുതി കാര്യങ്ങൾ എളുപ്പമാകും. ഇതാണ് നമ്മുടെ ബേസിക്സ്. ഏറ്റവും അടിസ്ഥാനപരമായ രണ്ട് ഭാഗങ്ങളാണ് ഫ്രെയിമും ഷട്ടറും. ഭിത്തിയിൽ ഉറപ്പിച്ചു വെക്കുന്ന ചട്ടക്കൂടില്ലേ, അതിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ആ ചലിക്കുന്ന ഭാഗമാണ് ഷട്ടർ. സിമ്പിൾ. അടുത്തത് ഹോൺ. ഇത് PSC പരീക്ഷകളിൽ സ്ഥിരം കാണുന്നൊരു ചോദ്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ഫ്രെയിമിന്റെ മുകളിലത്തെയോ താഴത്തെയോ ഭാഗം, അതായത് ഹെഡ് അല്ലെങ്കിൽ സിൽ, സൈഡിലുള്ള പോസ്റ്റിന് വെളിയിലേക്ക് കുറച്ച് തള്ളി നിൽക്കും. ആ തള്ളി നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ഹോൺ എന്ന് വിളിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നില്ലേ ആ തള്ളി നിൽക്കുന്ന ഭാഗം? അതാണ് ഹോൺ. ഇനി ഇതിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു നമ്പറുണ്ട്. ഹോണിന്റെ മിനിമം പ്രൊജക്ഷൻ 150 മില്ലിമീറ്റർ ആയിരിക്കണം. ഈ നമ്പർ എന്തായാലും ഓർത്തുവെച്ചോളൂ. മുള്ളിയനും ട്രാൻസവും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രണ്ട് പേരുകളാണിത്. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്. ഒരു ഫ്രെയിമിനെ വെർട്ടിക്കലായി, അതായത് കുത്തനെ വിഭജിക്കുന്ന മെമ്പറാണ് മുള്ളിയൻ. ഇനി ഹൊറിസോണ്ടലായി, അതായത് വിലങ്ങനെ വിഭജിക്കുന്ന മെമ്പറാണെങ്കിൽ അതിനെ ട്രാൻസം എന്ന് പറയും. വെർട്ടിക്കൽ മുള്ളിയൻ, ഹൊറിസോണ്ടൽ ട്രാൻസം. ഇനി വാതിലുകൾക്കും ജനലുകൾക്കും സാധാരണയായി ഉപയോഗിക്കുന്ന തടികൾ ഏതൊക്കെയാണെന്ന് ഓർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ടോം എന്നോർത്താൽ മതി. T ഫോർ തേക്ക്, O ഫോർ ഓക്ക്, M ഫോർ മഹാഗണി. അതോടൊപ്പം ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റാണ് ഇതിന്റെ മോയ്സ്ചർ കണ്ടന്റ്. 10 മുതൽ 12% വരെ ആയിരിക്കണം ഇതിലെ ഈർപ്പത്തിന്റെ അളവ്. എന്തിനാണിങ്ങനെ? കാരണം ഈർപ്പം കൂടിയാലും കുറഞ്ഞാലും തടി വളയാനും പൊട്ടാനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയിലെ സ്ഥിരം ചോദ്യങ്ങളായ ചില അളവുകളും കോഡുകളുമാണ്. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ടേബിളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിലെ ഓരോ നമ്പറും ഓരോ ചോദ്യമാണ്. വീടുകളിലെ പുറത്തുള്ള വാതിലിന് മിനിമം 1 മീറ്റർ വീതി വേണം. പക്ഷേ പബ്ലിക് ബിൽഡിംഗ്സിൽ അത് 1.1 മുതൽ 1.2 മീറ്റർ വരെയാണ്. അതുപോലെ ജനലുകളുടെ ഏരിയ വീടുകളിൽ ഫ്ലോർ ഏരിയയുടെ 15%, പബ്ലിക് ബിൽഡിംഗ്സിൽ 20%ആയിരിക്കണം. ഈ കണക്കുകൾ ഒരു കാരണവശാലും മറക്കരുത്. ഒരു മാർക്ക് ഉറപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമുലയാണിത്. ഒരു ജനലിന്റെ വീതി, അതായത് W, കണ്ടുപിടിക്കാൻ ആ മുറിയുടെ വീതിയും ഉയരവും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. വളരെ സിമ്പിൾ, പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു ഫോർമുലയാണിത്. ഇനി നമുക്കൊരു കോഡ് പൊളിച്ചെഴുതാൻ പഠിച്ചാലോ? 8DT21 എന്ന് കണ്ടാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു റെപ്രസെന്റേഷൻ സിസ്റ്റമാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ വായിക്കണമെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ 8D എന്ന് വെച്ചാൽ 8 മൊഡ്യൂൾ വീതിയുള്ള ഒരു ഡോർ. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 100 മില്ലിമീറ്ററാണ്. അപ്പോൾ 8 മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 800 മില്ലിമീറ്റർ. നടുക്ക് കാണുന്ന T എന്നാൽ ട്വിൻ ഷട്ടർ, അതായത് 2 പാളികളുള്ള വാതിൽ. അവസാനത്തെ 21, അതിൻ്റെ ഉയരമാണ് 21 മൊഡ്യൂൾസ്, അതായത് 2100 മില്ലിമീറ്റർ. അപ്പോൾ ചുരുക്കത്തിൽ 8DT21 എന്നാൽ 800 മില്ലിമീറ്റർ വീതിയും 2100 മില്ലിമീറ്റർ ഉയരവുമുള്ള ഒരു ഇരട്ടപ്പാളി വാതിലാണ്. ശരി, ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പലതരം ഡോറുകൾ ഏതൊക്കെയാണെന്ന് ചിത്രങ്ങൾ സഹിതം പെട്ടെന്നൊന്ന് നോക്കിപ്പോകാം. ഇത് കണ്ടാൽ തന്നെ അറിയാവല്ലോ, റിവോൾവിംഗ് ഡോർ. ഒരുപാട് ആളുകൾ കയറിയിറങ്ങുന്ന സ്ഥലങ്ങളിൽ, അതായത് തിയേറ്റർ, മാളുകൾ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു നടുവിലെ പിവോട്ടിനു ചുറ്റും ഷട്ടറുകൾ കറങ്ങിക്കൊണ്ടിരിക്കും. അടുത്തത് കൊളാപ്സിബിൾ സ്റ്റീൽ ഡോർ. ചാനൽ സെക്ഷനുകളും ഹോളോ ബാറുകളുമൊക്കെ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത്. സാധാരണയായി ഗോഡൌണുകൾ, വർക്ക്ഷോപ്പുകൾ, ബാങ്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുരക്ഷയ്ക്കായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഗ്ലേസ്ഡ് ഡോർ അല്ലെങ്കിൽ സാഷ് ഡോർ. പേരുപോലെ തന്നെ ഇതിൽ തടിയുടെ പാനലുകൾക്ക് പകരം ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. ഓഫീസുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ ഇത് സാധാരണയായി കാണാം. ഇതിൽ ഗ്ലാസും ഗ്ലാസ് അല്ലാത്ത ഭാഗവും തമ്മിലുള്ള അനുപാതം സാധാരണയായി 2:1 ആയിരിക്കും. ഓക്കെ, ഡോർസ് കഴിഞ്ഞു. ഇനി നമുക്ക് വിൻഡോസിലേക്ക് കടക്കാം. ഡോർസിനെ പോലെ തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ജനലുകൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ബേ വിൻഡോ.
കെട്ടിടത്തിന്റെ പുറംഭിത്തിയിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിന്റെ പ്രധാന ഗുണം എന്തെന്നാൽ മുറിയിലേക്ക് കൂടുതൽ വെളിച്ചവും വായുവും കടക്കാൻ ഇത് സഹായിക്കും. അടുത്തത് ക്ലെറിസ്റ്ററി വിൻഡോ. ഉയരമുള്ള ഒരു മുറിയിൽ അതിനോട് ചേർന്നുള്ള താഴ്ന്ന റൂഫിന് മുകളിലായിട്ടാണ് ഇത് വയ്ക്കുന്നത്. എന്തിനാണെന്നോ, ആ ഉയരമുള്ള മുറിയിലേക്ക് വെളിച്ചവും വെന്റിലേഷനും കിട്ടാൻ വേണ്ടിയാണ്. ഡോർമർ വിൻഡോയും സ്കൈലൈറ്റും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഇത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. രണ്ടും ചരിഞ്ഞ മേൽക്കൂരയിലാണ് വെക്കുന്നത്. പക്ഷേ ഡോർമർ വിൻഡോ മേൽക്കൂരയിൽ നിന്ന് വെർട്ടിക്കലായി, അതായത് കുത്തനെ പുറത്തേക്ക് തള്ളി നിൽക്കും. എന്നാൽ സ്കൈലൈറ്റോ അത് മേൽക്കൂരയ്ക്ക് പാരലായിട്ടാണ്, അതായത് അതേ ചരിവിൽ തന്നെയാണ് വെക്കുന്നത്. ഈ ഒരൊറ്റ വ്യത്യാസം ഓർത്താൽ മതി. അപ്പം നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. വാതിലുകളിലും ജനലുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന ചെറുതാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില ഫിറ്റിങ്ങുകളെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇത് ഗാർനറ്റ് ഹിഞ്ച്. ഇതിന്റെ ആകൃതി കണ്ടോ, ഒരു ടീ പോലെ. അതാണ് ഇതിന്റെ പ്രധാന ഐഡന്റിറ്റി. ഇത് സാധാരണയായി ലെഡ്ജഡ്, ബ്രേസ്ഡ് ഡോറുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രത്യേക ഉപയോഗം ഒരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. ശരി, നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? എന്നാൽ നിങ്ങൾക്കായി ഒരു ചോദ്യം. ചരിഞ്ഞ മേൽക്കൂരയിൽ വെർട്ടിക്കലായി നൽകുന്ന ജനലിന്റെ പേരെന്താണ്? ഓപ്ഷനുകൾ നോക്കൂ. ഉത്തരം കിട്ടിയോ? നമ്മളിപ്പോൾ ചർച്ച ചെയ്തതേയുള്ളൂ. ശരിയായ ഉത്തരം ഡോർമർ വിൻഡോയാണ്. ഇങ്ങനെ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചു പഠിക്കുന്നത് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ ഒരുപാട് സഹായിക്കും. അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.